നമ്മുടെ ഉത്രാടം വരെ എത്തിയിരിക്കണു നമ്മുടെ ഓണം ചെന്ന് നേരത്തെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചിപ്സില് കായട പിന്നെ ശർക്കര ചിപ്സ് ഒക്കെ മേടിച്ചിട്ടാണ് വന്നേക്കണത്. അപ്പുറത്തെ വീട്ടിൽ പുതിയ വീട്ടുകാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടുത്തെ ഉണ്ണിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പൊ കേക്കും പിന്നെ ബലൂണൊക്കെ കൊണ്ടുവന്ന് തന്നു. വൃത്തിയാക്കി ഒരു ചാനൽ കൂടി വന്നിട്ടുണ്ട്. അതിന്റെ ഒരു സംസാരം അവിടെ എല്ലാത്തിന്റെ ഇടയിൽ നിന്ന് നമ്മൾ തുമ്പപ്പൂ പൊടിക്കാൻ പോകുന്നതാണ് കേട്ടോ. വീഡിയോ എടുത്തരണ നീരപ്പൻ തന്നെയാ. വർഷം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് എത്താറ്, അതുകൊണ്ട് നമുക്ക് കുറച്ചേ കിട്ടാറുള്ളൂ തുമ്പപ്പൂ. ഇന്ന് കുറച്ച് നേരത്തെ എത്തിയോണ്ട് കൂടുതൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മുക്കുറ്റിയും തുളച്ചൊക്കെ കിട്ടി. മൂന്നാമത്തെ വർഷത്തിലാട്ടോ തൃക്കാരപ്പനെ വെക്കാൻ പോണ്. അതിന്റെ ഒരു സന്തോഷത്തിലാണ്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ചേട്ടൻ പോയി. പിന്നെ അച്ഛൻ്റെ ആ ഫ്രണ്ടിലൊക്കെ വൃത്തിയാക്കാൻ നിന്നു. അത് കഴിഞ്ഞ് ഫുഡ് അടിക്കാൻ റെഡിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നീരപ്പന് നല്ല ചുമയും പനിയൊക്കെ ഉണ്ട്. ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അച്ഛൻ മിഷനൊക്കെ എടുത്ത് തന്നു. അതിന്റെ കൂട്ടത്തിൽ 2 പനിക്കൂർക്കട അല്ലിയും കൂടെ പൊട്ടിച്ചിട്ട് വെള്ളം പറഞ്ഞപ്പോൾ നമ്മള് ആവി പിടിക്കായിരുന്നതാട്ടോ. രാത്രി നല്ല പനിയുള്ളതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വിശേഷം കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നു. നമ്മള് തൃക്കാരപ്പനെ എടുത്തൊന്ന് പൊടി തട്ടി വെക്കലാണ് കേട്ടോ. ഒരെണ്ണം ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായി നമ്മളിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുത്തു കേട്ടോ. ഞാൻ ഓടിപ്പോയി മേല് കഴുകി, എല്ലാരും മേല് കഴുകിട്ടോ. എന്നിട്ട് ആ തൃക്കാരപ്പനെ വെക്കാനുള്ള ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ആദ്യം തന്നെ പൂവടയിലേക്കാണ് കേട്ടോ കിടക്കണം. അപ്പൊ തേങ്ങ പൊളിച്ചപ്പോ അതിന്റെ വെള്ളം അവന് കൊടുത്തതാ നീരപ്പനെ. വളം വരയ്ക്കാൻ വേണ്ടി പച്ചരി കുതിർത്തയിൽ 2 വെണ്ടക്കായും കൂടി ഇട്ട് നല്ല പോലെ അരച്ചെടുത്തു കേട്ടോ. ഇനി നമ്മള് തുമ്പപ്പൂ ഇട്ട് അടയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. എല്ലാ വർഷം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊരു തപ്പലുണ്ട്. രാജമ്മയോട് ഓടിച്ചെന്ന് ചോദിച്ചിട്ടാട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യണത്. വളം വരയ്ക്കാൻ എടുത്ത പച്ചരിയിൽ കുറച്ച് എടുത്തിട്ട് അരച്ചിട്ട് ഞാൻ അടയിലേക്ക് എടുത്തു കേട്ടോ. തുമ്പപ്പൂവും തേങ്ങയും മാത്രം ഇട്ടിട്ടുള്ളൂ, ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. ഈ ഒരു സംഭവം ഇടയിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ ഓടിച്ചെന്ന് കളം വരയ്ക്കായിരുന്നു കേട്ടോ. രാജമായി ഒരുമിച്ചാട്ട വെക്കണത്. വേറെ ആരും ഈ ഏരിയയിൽ വെക്കണില്ല തോന്നുന്നു, ആരുടെയും കണ്ടില്ല. പിന്നെ അതായത് ഇതിൽ ചെറിയ രീതിക്ക് ഡിസൈനൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. നൂലിട്ട് വലിക്കലാണ് പണി. യൂട്യൂബിൽ നോക്കിയിട്ട് ഇതാണ് ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചത്. ചേട്ടൻ വന്നു, ഞങ്ങള് പൂവൊക്കെ ഒരുക്കി ഇങ്ങനെ ഒക്കെ സെറ്റാക്കി എടുത്തു. ദീപം തെളിയിക്കണു. പിന്നെ ചന്ദനമൊക്കെ ആദ്യം തൊടണം എന്ന് യൂട്യൂബിൽ കണ്ടു. ഞങ്ങൾ ആ കാര്യം വിട്ടുപോയിട്ടോ. പിന്നെ ആ ചന്ദനത്തിരി കത്തിക്കണു. 5 തിരിയിട്ട വിളക്കാട്ട കത്തിക്കണ്. പിന്നെ ചന്ദനത്തിരി ഒന്ന് ഒഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ തുളസിയുടെ അല്ല കിണ്ടിയിലത്തെ വെള്ളത്തിൽ ഒന്ന് ഒഴിഞ്ഞു. അത് കഴിഞ്ഞ് തുമ്പപ്പൂവും, അത് കഴിഞ്ഞ് നമ്മൾ എല്ലാ തുമ്പപ്പൂവ് തുളസി അങ്ങനെ എല്ലാം എടുത്തിട്ട് എല്ലാ തൃക്കാക്കരപ്പൻ്റെയും ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് വലിയ രീതികളൊന്നും അറിയില്ല, എന്നാലും യൂട്യൂബിൽ കണ്ട പോലെ ചെറിയ രീതിക്കൊന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. എല്ലാം ഒന്ന് പഠിച്ച് വരണുള്ളൂ. പിന്നെ നമ്മുടെ അടയും കൂടെ എല്ലാത്തിലും ഒന്ന് ഒഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കൂടിയൊക്കെ തൊട്ടു. നമ്മൾ തേങ്ങ ഉടച്ച് 2 സൈഡിലും വിളക്കിന്റെ വെച്ചിട്ട് പിന്നെ അതിലൊരു ചെറിയ തുളസിയുടെ ഇലയും കൂടി ഇട്ടു. അവസാനം നമ്മുടെ ആർപ്പവിളിയാണ് കേട്ടോ. അങ്ങനെ എല്ലാ സന്തോഷത്തിൽ കഴിഞ്ഞ അടുത്ത വീഡിയോയിലാണ്. ടാറ്റാ ബൈ ബൈ, സീ യു.